ഹലോ, ഹായ്, നമസ്കാരം. നമ്മളിന്ന് നോക്കുന്നത് LGS വിവിധം തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ എക്സാമിന്റെ മാത്സ് ആൻഡ് റീസണിങ് ആണ്. അപ്പൊ ഇതിനകത്ത് ചിലപ്പം ഭയങ്കര ബേസ് ആയിട്ട് പോവാണെങ്കിലും ഒരു 10 സെക്കൻഡ് മുന്നോട്ട് ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഞാൻ ഇത് എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഇത് നോക്കിയേ, 7, 6, 5, 4, 3, 2, 5 നമുക്കിവിടെ തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? എന്ന സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്രയാണ്? ഓക്കെ അല്ലേ? അപ്പൊ ഈ 11 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന്, ഇതിന്റെ ഐഡിയ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഹരിക്കുക. പക്ഷെ നോക്കിയിട്ട് ചെയ്യുക. അപ്പൊ ഡയറക്റ്റ് ഹരിക്കാൻ നേരത്ത് 11 ആയതുകൊണ്ട് 11 × 2 22, 11 × 3 അപ്പൊ നമുക്ക് എന്ത് വരും? 33. അതേപോലെ ഇവിടെ നമ്മൾ 6 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 66 കിട്ടും, കാരണം 77 പോത്തില്ല. അപ്പൊ ഇവിടുന്ന് 76 ന്ന് 66 പോയി കഴിഞ്ഞാൽ ബാലൻസ് എത്ര ഉണ്ടാവും? ഇവിടെ നമുക്ക് 6 ന്ന് 6 പോയി കഴിഞ്ഞാൽ 10, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ സോറി 6 ന്ന് 6 കഴിഞ്ഞാൽ 0, 7 ന്ന് 6 കഴിഞ്ഞാൽ 1. അപ്പൊ നമുക്ക് 10 കിട്ടും. ഇനി ഇവിടുന്ന് ഒരെണ്ണം താഴേക്ക് എടുത്തെഴുതണം. അപ്പൊ 105. ഇനി 105-നകത്ത് 11 × 10 പോകുമെന്ന് നോക്കാം. അപ്പൊ 11 × 10 എന്ന് പറയാൻ നേരത്തെ എത്ര വരും? 110 വരും. അപ്പൊ 11 × 10 പോവില്ല. അപ്പൊ നമ്മള് 11 × 9 നോക്കണം. അപ്പൊ 11 × 9 എന്ന് പറയുമ്പോ എത്രയാ? 99. അപ്പൊ 99 കൊടുത്തു. അപ്പൊ നമുക്ക് ബാലൻസ് എത്ര വന്നു? ഈ ഒരു 105-ന്ന് 99 നമ്മൾ ബാലൻസ് കൊടുക്കാൻ നേരത്ത് നമുക്ക് വരുന്നത് എത്രയാണ്? 6ആണ്. ഓക്കെ ആണോ? 6ന്റെ കൂട്ടത്തില് ഇനി ആരെയാണ് താഴോട്ട് എടുത്ത് എഴുതേണ്ടത്? ഈ 5ന്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന 4നെ എടുത്ത് താഴോട്ട് എഴുതുക. അപ്പൊ ഇവിടെ എന്ത് വന്നു? 64 വന്നു. ക്ലിയർ ആണോ? അപ്പൊ ഇവിടുന്ന് നമ്മൾ 5നെ താഴോട്ട് എടുത്ത് എഴുതി. ഇവിടെ ഇനി 64. 64-ല് എത്ര 11 പോകുമെന്ന് നോക്കാം. അപ്പം 5 11 പോകത്തുള്ളൂ, കാരണം 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് വരും? 6 × 11 66 വരും. അപ്പൊ നമുക്ക് 5 × 11 ചെയ്ത് കഴിഞ്ഞാൽ 55 വരുള്ളൂ. അങ്ങനെ നമ്മൾ 55 ചെയ്യുന്നു. ബാലൻസ് 64-ന്ന് 55 ചെയ്യാൻ നേരത്ത് ബാക്കി 9 വരും. ഇനി അടുത്ത 3നെ നമ്മൾ താഴേക്ക് എടുത്ത് എഴുതുന്നു, 93. ഇതിനകത്ത് 8 11 പോവുള്ളൂ. ഓക്കെ അല്ലേ? 8 × 11 ആണ് 88 വരുന്നത്. സോറി, ഞാൻ ഇവിടെ പറഞ്ഞു പോയി. ഇവിടെ നോക്കണം, ഇതിനനുസരിച്ച് നമ്മൾ സിസ്റ്റം വരുന്നതായതുകൊണ്ടാണ് ഞാൻ മുകളിൽ എഴുതാഞ്ഞേ. ഇവിടെ എത്രയാ? 6 കഴിഞ്ഞ് പിന്നെ 9 കൊണ്ട് ചെയ്തു. പിന്നെ നമ്മൾ എത്ര കൊണ്ടാ? 5 കൊണ്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി എത്രയും കൊണ്ടാ ചെയ്യാൻ പോകുന്നത്? 8 × 11 ചെയ്തു. അപ്പൊ നമുക്ക് 88 കിട്ടി. അപ്പൊ 93-ന്ന് 88 നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ബാലൻസ് 5. ഇനി ഇവിടുന്ന് 2 താഴേക്ക് എടുത്ത് എഴുതുന്നു. അപ്പൊ നമുക്ക് 52. 52-ല് 4 11 പോകത്തുള്ളൂ, 44. ബാലൻസ് എത്ര വരും? ബാലൻസ് 52-ന്ന് 44 പോവാന്ന് പറയുമ്പം ഇവിടെ 8 വരും. ഇവിടുന്ന് ഒരു 5ഉം കൂടി താഴേക്ക് വരാൻ നേരത്ത് നമുക്ക് 85. ക്ലിയർ ആണോ? അപ്പൊ ഈ 85-നകത്ത് 11 എത്ര എണ്ണം പോവും? 7 എണ്ണേ പോവുള്ളൂ. അപ്പൊ 77. അടുത്തത് 88 വരും അല്ലേ? അപ്പം 85-ന്ന് 77 പോകുന്ന നേരത്ത് ബാലൻസ് എത്രയാ? 8 വരും. അപ്പൊ ഈ 8 നമുക്കിവിടെ ഓപ്ഷൻ സി കൊടുക്കാം. ഇനി ഇതിന്റെ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മെത്തേഡാണ്. ഇനി ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് 7, 6, 5, 4, 3, 2, 5 ഉണ്ടല്ലോ. ഇതില് ഇതാ നോക്കിക്കേ, ഇതില് ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സ്, അതായത് 7, 5, 3, 5. അപ്പം 7 + 5 + 3 + 5 ഇതിനോട് ഈ ഈവൻ പൊസിഷനിൽ കിടക്കുന്ന ഈ ആൾക്കാർ 6, 4, 2 അല്ലെ, അത് നമ്മൾ മൈനസ് ചെയ്യണം. ആഡ് ചെയ്തിട്ടാണ് രണ്ടും, അതായത് ഓൾട്ടർനേറ്റീവ് കിടക്കുന്നതിനെ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ചെയ്യാൻ നേരത്ത് 7, 5, 3, 5 കൂടി വരാൻ നേരത്ത് നമുക്ക് 20 കിട്ടും. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്ക് 20 കിട്ടും. 20 മൈനസ് 6, 4, 2 നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 12 കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് 8 കിട്ടുന്നുണ്ട്. അപ്പൊ ശരിക്കും 11 കൊണ്ട് നമ്മൾ ഒരു സംഖ്യേനെ ഹരിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് എന്ത് കിട്ടണം? 0 കിട്ടണം, അല്ലെങ്കിൽ 11 കിട്ടണം. ഓക്കെ ആണോ?
11 കൊണ്ട് നമ്മൾ ഒരു സംഖ്യേനെ ഹരിക്കുമ്പോൾ അതിന്റെ ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്ത് ആഡ് ചെയ്തതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ, ഓക്കെ അല്ലേ? അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഒന്നെങ്കിൽ 0 കിട്ടണം, അല്ലെങ്കിൽ 11 കിട്ടിയാൽ നമുക്ക് ആ സംഖ്യയെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റും എന്ന് പറയും. പക്ഷേ നമ്മൾ ഇവിടെ കിട്ടിയത് എത്രയാ? 8 8 എന്ന് പറയുമ്പോൾ 0 ആയില്ല. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ സിസ്റ്റം വരുന്നത് എത്രയാണ്? 8. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഓപ്ഷൻ സി ആണ്, 8 ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ നേരത്ത് ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് 12.9 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? ഒരു സമഭുജ ത്രികോണം എന്ന് പറയാൻ നേരത്ത് നമുക്ക് എന്താണ് വരുന്നത്? 3 സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പൊ 3 സൈഡും എ ആണെങ്കിൽ ഇവിടെ 3 സൈഡൂടെ ചുറ്റളവാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ചുറ്റളവ് എന്ന് പറയുമ്പോൾ എന്താ? ഈ ഒരു സൈഡ് ആഡ് ചെയ്യുക, ഈ ഒരു സൈഡ് ആഡ് ചെയ്യുക, ഈ ഒരു സൈഡ് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 3 സൈഡ് ആഡ് ചെയ്യുമ്പോൾ, അതായത് ഇവിടെ നമുക്ക് എ പ്ലസ് എ പ്ലസ് എ, അപ്പൊ നമുക്ക് എത്ര വന്നു? 3a, 3 into a. ക്ലിയർ അല്ലേ? അപ്പൊ അതിന്റെ ചുറ്റളവ് എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? ചുറ്റളവ് തന്നിട്ടുണ്ട് 12.9. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് തന്നിരിക്കുന്നത്. 3a = 12.9. ഞാൻ ഇതിന്റെ തൊട്ടിപ്പുറത്തേക്ക് ഒന്ന് എഴുതി തരാം. ഇത് 3a ആണ്. ഇതാണ് ചുറ്റളവ് വരുന്നത്. 3a. ക്ലിയർ ആണോ? ഇതിന്റെ ചുറ്റളവ് = 3a. 3 into a എന്ന് പറയുന്നത് സൈഡ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 3a = 12 into 9. ഈ 3a എന്ന് പറയുന്നത് 3a കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. അപ്പൊ നമ്മൾ ഗുണനം നമ്മൾ ഈക്വലിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് വരും? യെസ്, ഡിവിഷൻ ആവും. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ഈ പോയിന്റും കൂടി കൺസിഡർ ചെയ്യണേ. നമ്മൾ ഇതിനെ 12 എത്ര തവണയുണ്ട് 3 വരുന്നത്? 4 തവണ. 4.9 3 തവണ 3, അപ്പൊ 4.3 സെന്റിമീറ്റർ. ക്ലിയർ ആണോ? ഓക്കെ, ഓപ്ഷൻ ഡി ഉത്തരം. ഇനി നെക്സ്റ്റ് നോക്കാം. ഒരു സംഖ്യയിൽ നിന്നും 3/8 കുറച്ച് വീണ്ടും 1/8 കുറയ്ക്കുമ്പോൾ 5/12 കിട്ടുന്നു. ആദ്യത്തെ സംഖ്യ ഏത്? അപ്പൊ ഏതോ ഒരു സംഖ്യയാണ്. ആ സംഖ്യ നമുക്ക് അറിയില്ല. സോ ആ സംഖ്യ എന്തായിട്ട് എടുക്കാം? ആ സംഖ്യ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ആ സംഖ്യയിൽ നിന്ന് 3/8 കുറച്ച് വീണ്ടും 1/8, 1/8 കുറയ്ക്കുമ്പോൾ ആരെ കിട്ടുന്നേ? 5/12. അപ്പൊ നമ്മൾ ഈക്വലിന്റെ മുന്നിൽ ഗുണനമാണെങ്കിൽ ഈക്വലിന്റെ റൈറ്റിലേക്ക് ആ ഗുണിച്ച നമ്പർ പോകുമ്പോൾ ഡിവൈഡ് ചെയ്യുന്നു, ഹരിക്കുന്നു എന്ന് പറയുന്നു. ഇതേപോലെ ഒരു ഈക്വലിന്റെ ഇപ്പുറത്ത് മൈനസ് ആണെങ്കിൽ ഇത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് വരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? ആദ്യത്തെ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ x = 5/12 പ്ലസ് 3/8 പ്ലസ് 1/8 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇനി ഇങ്ങോട്ടേക്ക് നോക്കിയേ. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആണ്. ക്ലിയർ ആണോ? ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് മുകളിലത്തെ 2 നമ്പറും ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് പക്ഷെ ഇവിടെ 12ന്റെ കൂടെയുള്ള 5നെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് ഡിനോമിനേറ്റർ വേറെയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 12 പ്ലസ് ഈ സൈഡിലേക്ക് എഴുതുവാണേ. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? x = 5/12 ഓക്കെ ആണോ? പ്ലസ് 3 ഒന്നും കൂടി ആഡ് ചെയ്തു, 4 കിട്ടി, 4/8. ഇനി വേണമെങ്കിൽ ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. കാരണം ഇവിടെ 4 ഇവിടെ താഴെ 2 വരും. അപ്പൊ നമുക്ക് x = 5/12 പ്ലസ് 1/2. ഇനി എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ മതി. അപ്പം ഈ ഒരു സൈഡില് നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? 5/12 പ്ലസ് എന്ത് കിട്ടും? ഇവിടെ 6/12. ഇപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയില്ലേ? ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. 12/5 പ്ലസ് 6 നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. എത്ര കിട്ടും? 11/12. 11/12 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ക്ലിയർ ആയോ?
ഇത്രയും ടൈമൊന്നും എടുക്കണ്ട, പെട്ടെന്ന് പെട്ടെന്ന് അതായത് മനസ്സിലാക്കി ചെയ്യുമ്പോൾ മാക്സ് അതായത് ഒരുപാട് ടൈം കളയരുത്, പക്ഷെ നമ്മൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഡിനോമിനേറ്റർ സെയിം ആക്കുക എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ റൈറ്റിലേക്ക് പോകാൻ നേരത്ത് മൈനസ് പ്ലസ് ആവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ശരി ഉത്തരം കിട്ടും. ക്ലിയർ? ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും എഗെയിൻ നമ്മൾ കുറച്ച് ഉത്തരം മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. മാത്സും റീസണിങ്ങും ഒക്കെ ഉള്ളൊരു പ്രശ്നം അതാണ്. ചെറുതായിട്ട് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇൻറ്റു 2ന്റെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ എഗെയിൻ നമുക്കതൊരു ഇതായി മാറും. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് വരുന്നത്, അതായത് ഇപ്പം ഇവിടെ മനസ്സിലായെങ്കിൽ ജസ്റ്റ് മുന്നോട്ട് പോവാ, പക്ഷെ എങ്കിലും തെറ്റ് വരുന്നൊരു ഭാഗം പറയാം. ഇവിടെ നമുക്ക് ഈ 12ന് പകരം 12നെയും ഇവിടെ ഞാൻ 4/8 നമ്മൾ ഇവിടെ ഈ ഒരു പോർഷൻ ഇല്ലേ, ഈ ഒരു പോർഷനിൽ ഞാൻ എന്താ ചെയ്തത്, 4/8ന് 4 8ൽ 2 തവണയുണ്ട്, അപ്പൊ ഇവിടെ ഒരു തവണ, അങ്ങനെ ഞാൻ 1/2 എന്ന് എഴുതി. ഇതിന് പകരം ഈ 12നെ 24 ആക്കാൻ പറ്റും, 8നെ 24 ആക്കാൻ പറ്റും, ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ. മനസ്സിലായോ? 12നെ ഇൻറ്റു 2 ചെയ്യുക, അതേപോലെ തന്നെ 8നെ ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടി 23 ആവും. ആദ്യം പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. 12നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 8നെ 3 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 24 കിട്ടും. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ തെറ്റിക്കാനായിട്ട് 2 ഓപ്ഷൻ ഉണ്ട്, 24, 13/24, 11/24. അപ്പൊ അത് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്സിന് ഫുൾ മാർക്ക് എന്തായാലും വാങ്ങിക്കാൻ പറ്റും. 10th ലെവലും ഒക്കെ ഇനി വരികയാണ്. അപ്പം എല്ലാത്തിലും ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്സ് ആൻഡ് റീസണിങ് 20 മാർക്ക് പുഷ്പം പോലെ വാങ്ങിക്കാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. 1.25 മൈനസ് 0.25 ഡിവൈഡഡ് ബൈ 1.25 പ്ലസ് 0.75. ആഡ് ചെയ്യുമ്പം എപ്പോഴും ഈ പോയിന്റിന്റെ കാര്യം നോക്കുക. പോയിന്റ് ഏത് സ്ഥാനത്താണ്, പോയിന്റിന്റെ അപ്പുറം ആരാ ഇപ്പുറം ആരാന്ന് മാത്രം നോക്കിയാൽ മതി. ഞാൻ ഇത്രയും ബേസ് ആയിട്ട് പറയുന്നത് അത്യാവശ്യം മാത്സ് നോക്കുന്നവർക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷെ എങ്കിലും എനിക്കറിയാം കുറച്ച് ഇനിയും ആൾക്കാരുണ്ട് അത് കുറച്ചൊക്കെ ബേസിങ്ങിന് തെറ്റിപ്പോകും. അത് അങ്ങനെ തെറ്റിപ്പോകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അധികം ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് മാത്രം കേട്ടോ. അപ്പം ഈ 1.25 ആണെങ്കിൽ ഈ പോയിന്റ് ഇവിടെ കിടന്നിട്ട് അപ്പൊ 0.25. ഇനി നമ്മൾ ചെയ്യാൻ നേരത്ത് ഇവിടെ എന്ത് കിട്ടും, 0.1. അപ്പൊ ഇവിടെ എന്താണ് ശരിക്കും 1 ആണ്, 1.00 കിട്ടുന്നേ ഉള്ളൂ. അപ്പൊ ഈ ന്യൂമറേറ്ററിൽ എന്ത് കിട്ടി, 1 കിട്ടി, ഡിവൈഡഡ് ബൈ. ഓക്കെ ആണോ? താഴെ ആരാ കിടക്കുന്നത്, താഴെ ഇതേപോലെ 1.25 പ്ലസ് 0.75. ഇതിനെ ആഡ് ചെയ്യുമ്പോൾ 5 5 10. ഇവിടെ സിസ്റ്റം 1, 7 2 1. ഇവിടെ സിസ്റ്റം എന്ത് വരും, 10 വരും, ബാക്കി ഒന്നുകൂടെ വരും. അത് നമ്മൾ എവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക. അപ്പൊ നമുക്ക് 2.0 അല്ലെങ്കിൽ 1/2 എന്ന് വരും. ഈ 1/2 എന്ന് പറയുന്നത് എന്താണ്, 1/2 പകുതി അല്ലെ, ഒന്നിന്റെ പകുതി എന്താണ്, 0.5 ആണ്. ശരി ഉത്തരം ആൻസർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510. നടുവിലത്തെ സംഖ്യ ഏത്? ഓക്കെ അല്ലെ, 5 സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട്. അപ്പൊ മധ്യത്തിൽ വരുന്ന നടുവിലത്തെ സംഖ്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സപ്പോസ് മധ്യസംഖ്യ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും, മിഡ് ടേം ആണ്. അറിയാത്തവർക്ക് മിഡ് ടേം. ഈ മിഡ് ടേം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു തുക കിട്ടിയിട്ടുണ്ടല്ലോ, തുക 510 ആണെന്ന് അറിയാലോ. സോ സം ഡിവൈഡഡ് ബൈ സംഖ്യകളുടെ എണ്ണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓക്കെ അല്ലേ, സംഖ്യകളുടെ എണ്ണം അതെത്രയാ അപ്പൊ വരുന്നത്, തുക നമുക്ക് തന്നിട്ടുണ്ട്. തുക എത്രയാ തന്നിരിക്കുന്നത്, 510 ഡിവൈഡഡ് ബൈ 5 അല്ലെ, 5 സംഖ്യകളുടെ തുകയെന്ന് പറഞ്ഞു. ഇവിടെ തുടർച്ചയായ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഇക്വേഷൻ എടുത്തത് കേട്ടോ. തുടർച്ചയായ ഇപ്പൊ 1 എടുത്ത 1 2 3 4 5 അങ്ങനെ. പക്ഷെ ആ ഒരു നമ്പേഴ്സ് അല്ല, പക്ഷെ നമുക്കറിയാം ഏതോ ഒരു 5 സംഖ്യകളുടെ തുക 510 ആണ്, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. സോ ഇവിടെ നമ്മൾ എടുക്കാൻ നേരത്ത് ഇതിനെ ഇനി കട്ട് ചെയ്യുക. അപ്പോൾ 510നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 5 ഇവിടെ പോയി, അപ്പോൾ ഇവിടെ ഒരു 5, ഇവിടെ 10ല് എത്ര എണ്ണമാണ്, ഇവിടെ പലർക്കും തെറ്റുന്നത് 12 വരും, പക്ഷെ ഇവിടെ 105. 5 കട്ട് ചെയ്ത്
അടുത്തത് 10 ആണ്. 5 ഇൻറ്റു 2 10 നമുക്കറിയാം. പക്ഷെ ഇവിടെ 105 വരുന്നത്, 15 അല്ല 105 കേട്ടോ. ഇവിടെ തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. ഇവിടെ കണ്ടോ, കറക്റ്റ് ആ ഓപ്ഷൻ 15 തന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ 105 ഡിവൈഡ് ചെയ്യാൻ നേരത്ത് 510/5 ചെയ്യുമ്പം ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പം ഇവിടെ ദേ നോക്കി ഒരു 5 പോയി, 1 വന്നു. ക്ലിയർ ആണോ? ഇനി അടുത്തത് 10 ആണ്. അപ്പൊ ഈ 10 എന്ന് പറയുന്നത് ഈ നടുക്ക് കിടക്കുന്ന 1-നെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഏറ്റവും മൂന്നാമത്തേനെ 10 കൊണ്ടാക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 100. ഓക്കെ ഓക്കെ ഫൈൻ. ഇവിടെ നമുക്ക് 102ആണ്. ഇവിടെ ശരി ഉത്തരം ഇല്ല കേട്ടോ. 102ആണ് ഇവിടെ നമുക്ക് ശരി ഉത്തരം കൊടുത്തിട്ടില്ല. സോ ഇത് ക്യാൻസൽ ആയി പോകും. ക്ലിയർ? 210, 55, 15, 105 അങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 102ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ക്ലിയർ? 102ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. 5 കട്ട് ചെയ്തു, 1, 0, 2. ഇവിടെ ശരി ഉത്തരം ഇല്ല. അപ്പൊ അതെന്തായാലും ക്യാൻസൽ ആയി പോവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനത്തെ വരാൻ നേരത്തെ ഇവിടെ ഇപ്പം സപ്പോസ് ഇവിടെ 12, ഇവിടെ ഇപ്പൊ 12 തന്നു, ഇവിടെ ഇപ്പൊ 102 തന്നു എന്ന് കരുതുക. സപ്പോസ് ഇവിടെ 5 മാത്രം ഇവിടെ മാറിപ്പോയതാണ് ഈ സിയിൽ. ഇപ്പൊ സപ്പോസ് ഈ സിക്ക് നമുക്ക് 12ഉം ഇവിടെ 102 ആണ് തന്നിരിക്കുന്നെങ്കിൽ പകുതിയിലേറെ ആൾക്കാര് ഈ 0 ഇടാൻ മറന്നു പോയിട്ട് 12 ശരി ഉത്തരം കൊടുക്കും. ക്ലിയർ അല്ലേ? അതായത് നമ്മളിപ്പം 510 ഡിവൈഡഡ് ബൈ 5 ചെയ്യാൻ നേരത്ത് 5 വന്നു, 1, 10ല് 5 2 തവണ 12, അങ്ങനെ 12 കൊടുക്കും. സപ്പോസ് ഈ 15-ന് പകരം 12 ആണ് തന്നിരിക്കുന്നതെങ്കിൽ. ഇവിടെ പക്ഷെ ഭാഗ്യത്തിന് ശരി ഉത്തരം ഇല്ലാത്തതുകൊണ്ട് അത് തെറ്റിയാലും കുഴപ്പമില്ല, അത് ക്യാൻസൽ ആയി പോകും. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ്, 2 ചതുരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം എത്രയാണ്? 12 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും ആണ്. വീതി യഥാക്രമം 6ഉം 8 സെന്റിമീറ്ററും ആണ്. അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് പരപ്പളവ് എങ്ങനെയാ നോക്കുന്നത്? യെസ്, ഇവിടെ നമ്മൾ നോക്കാം. ഇവിടെ 2 ചതുരങ്ങളുടെ നീളങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ 2 ചതുരങ്ങൾ വരയ്ക്കുന്നു. 2 ചതുരങ്ങളുടെ നീളങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എത്ര? 12, ഇവിടെ തന്നിരിക്കുന്നത് 10. ഇതിൽ തന്നെ 12ഉം 10ഉം വരയ്ക്കരുത്, അതാണ് ഇവിടെ തെറ്റിപ്പോകുന്നത്. ഇതിൽ തന്നെ 12ഉം 10ഉം വരയ്ക്കരുത്. 2 ചതുരങ്ങളുടെ നീളങ്ങളാണ് 12ഉം 10ഉം. അപ്പൊ 2 ഡിഫറെന്റ് ചതുരങ്ങളിലാണ് 12ഉം 10ഉം നീളങ്ങൾ വരുന്നത്. വീതി യഥാക്രമം 6ഉം 8 സെന്റിമീറ്ററും. ഓക്കെ അല്ലേ? 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും. അങ്ങനെയാണെങ്കിൽ അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? അപ്പൊ പരപ്പളവ് എന്ന് പറയുമ്പം എത്രയാണ്? ഏരിയയാണ് കേട്ടോ. പരപ്പളവുകൾ എന്ന് പറയുമ്പോൾ ഏരിയയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ എത്ര വരും ഏരിയ? 12 ഇൻറ്റു 6 വരും. 12 ഇൻറ്റു 6 എന്ന് പറയാൻ നേരത്ത് നമുക്ക് 72 സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ നമുക്ക് സെന്റിമീറ്റർ സ്ക്വയറിന്റെ ഒന്നും ആവശ്യമില്ല, 72 വരും. ഇതിന്റെ ഏരിയ എത്രയാ വരുന്നത്? ഇതിന്റെ 10 ഇൻറ്റു 8. അപ്പൊ നമുക്ക് എന്ത് വരും? 80 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആണോ? ഇത് തമ്മിലുള്ള അംശബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 72ഉം 80ഉം കിട്ടി. ഇത് തമ്മിലുള്ള അംശബന്ധം 72:80. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ ഏതാണ് കോമൺ ആയിട്ട് വരുന്ന ഒരു സംഖ്യ ഉള്ളത്, കട്ട് ചെയ്ത് പോകാൻ പറ്റുന്നത്? യെസ്, 9 വെച്ചിട്ട് നമുക്ക് കട്ട് അതായത് അല്ലേ, സോറി, 8 വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ 8 വെച്ചിട്ട് കട്ട് ചെയ്താൽ 9 വരും. ഇവിടെ 8 വെച്ചിട്ട് കട്ട് ചെയ്താൽ 10 വരും. അപ്പൊ 9:10. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു 4 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 7 എന്നതിന്റെ വർഗമൂലം എത്ര? ക്ലിയർ ആണോ? വർഗമൂലം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വർഗമൂലം എന്ന് പറയാൻ നേരത്ത് നമ്മൾ ഇതിനെ എന്തെടുക്കുക? സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പൊ സ്ക്വയർ റൂട്ട് എടുക്കാൻ നേരത്ത് നമുക്കറിയാം അല്ലെ, സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പൊ 4 ആണെങ്കിൽ
ഇവിടെ നമുക്ക് 2 × 2 ആണെങ്കിൽ ഈ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് നമുക്ക് 2 ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ ആണോ? അപ്പം ക്ലിയർ അല്ലേ? സ്ക്വയറിന്റെ അതായത് സ്ക്വയർ 2ന്റെ സ്ക്വയർ 4, 4ന്റെ സ്ക്വയർ റൂട്ട് 2 വരും. അതേപോലെ ഇവിടെ നമുക്ക് വർഗ്ഗമൂലം എന്ന് പറയാൻ നേരത്ത് ഇവിടെ രണ്ടും രണ്ടും ഉണ്ടല്ലോ, അപ്പൊ ഒരുമിച്ച് എടുത്താൽ മതി. അപ്പൊ 2 × 2 വന്നു. ഇനി അടുത്ത് നോക്കിയാ 5, 5 ഇവിടെ 2 പേരുണ്ട്, അപ്പൊ 5 × 5. ഇനി അടുത്ത എത്ര? 7, 7 × 7, 7 × 7. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? 7 × 7 കഴിഞ്ഞു. ഇനി നോക്കിയേ 4, 4 എന്ന് പറയുന്നത് നമുക്ക് ഒന്നെങ്കിൽ 2 × 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 4 തന്നെ എഴുതാം. ഇനി ഇങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ഇപ്പം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. പി × ക്യൂ സ്ക്വയർ റൂട്ട്. നമുക്ക് റൂട്ട് പി × റൂട്ട് ക്യൂ എന്ന് എഴുതാൻ പറ്റും. അതായത് 2 നമ്പർ ആണെങ്കിൽ പിയും ക്യൂവും 2 നമ്പർ ആണെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ 2, 2 അതിനെ സ്ക്വയർ റൂട്ട് എടുക്കാൻ നേരത്ത് 2 വരും. ഇൻറ്റു 5ന്റെ വരാൻ നേരത്ത് 2 5 ഉണ്ട്, അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് 5 വരും. 7ന്റെ 2 7 ഉണ്ട്, അപ്പൊ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 7 വരും. ഇനി 4ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 2. അപ്പൊ ഇതിനെ ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 2 × 5 10 വരും. ഇൻറ്റു 7 × 2 എത്ര വരും? ലൈക്ക് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. 2 × 5 10, ഇൻറ്റു എടുക്കാൻ മറക്കല്ലേ. 7 × 2 14. ഇനി 14 × 10 എത്ര വരും? 140. 140 ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1500 രൂപ പരസ്യവിലയുള്ള ഒരു സാരി 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നുവെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എത്ര? ക്വസ്റ്റ്യൻ നോക്കണേ. 1500 രൂപ പരസ്യവില, അത് ഫസ്റ്റ് ശ്രദ്ധിക്കുക. ഒരു സാരി ഡിസ്കൗണ്ടിലാണ്, 8% ഡിസ്കൗണ്ടില്. അയാൾക്ക് 20%, അപ്പൊ വിൽക്കുമ്പോഴാണ് പരസ്യവില കണ്ടത്. അതായത് നമ്മളിപ്പോ ഒരു കടയിൽ പോയി, അവിടുത്തെ പരസ്യവില അവിടെ എഴുതി വെച്ചേക്കാണ് 1500 രൂപ. ഓക്കെ, അപ്പൊ 1500 രൂപ പരസ്യവിലയില് ഞാൻ ആ സാരി ഇങ്ങ് വാങ്ങി. പക്ഷെ ആ വാങ്ങിയപ്പോഴത്തേനും ആൾ എന്ത് ചെയ്തു? 8% ഡിസ്കൗണ്ടിൽ എനിക്ക് തന്നു. ആ 8% ഡിസ്കൗണ്ട് എനിക്ക് തന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഫ്രണ്ടിന് എനിക്കൊരു 20% ലാഭം ലഭിക്കുന്ന രീതിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിന് അത് കൊടുത്തു. അങ്ങനെ കൊടുക്കില്ല എങ്കിലും അങ്ങനെ കൊടുത്തു. അപ്പൊ അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എത്ര? അപ്പൊ ഈ 1500 തന്നെ അല്ലേ എന്നുള്ളൊരു ഡൗട്ട് വന്നു. പക്ഷെ അതുമല്ല, ഡിസ്കൗണ്ടിൽ കിട്ടുമ്പോൾ ആ ഒരു ഡിസ്കൗണ്ട് വില അതുമല്ല. സാരിയുടെ യഥാർത്ഥ വില എന്ന് പറയാൻ നേരത്ത് നമുക്ക് എന്താണ് വരുന്നത്? ആദ്യം നമ്മൾ 8% ഡിസ്കൗണ്ടില് വിറ്റ വില നമ്മൾ നോക്കണം. അപ്പം അത് വിറ്റത് നമുക്ക് കിട്ടിയത്. ഓക്കെ അല്ലേ? അപ്പൊ 1500 രൂപയുടെ സാധനം പറഞ്ഞു, 8% ഡിസ്കൗണ്ട് കിട്ടി. 8% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഓക്കെ ആണോ? ആളെ എത്ര രൂപയ്ക്കാണ് അത് വിറ്റത്? എനിക്ക് തന്നത്, എനിക്ക് കിട്ടിയത്. ഓക്കെ ആണോ? അപ്പൊ 1500 ഇൻറ്റു 8% കുറയ്ക്കുമ്പോൾ ബാക്കി 92 ഇൻറ്റു 100. മനസ്സിലായല്ലോ? അതായത് ഡിസ്കൗണ്ടിൽ വിറ്റ വിലയാണ് നോക്കുന്നത്. ആ ഒരു ആള് ഓക്കെ അല്ലേ? പരസ്യവില 1500, കയറി 1500 രൂപയ്ക്ക് തരാം, 8% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അപ്പൊ ആ ഡിസ്കൗണ്ട് കിട്ടിയ വില എത്രയാണെന്നാണ് ആദ്യം നോക്കേണ്ടത്. അപ്പൊ 1500 ഇൻറ്റു 92, ഡിസ്കൗണ്ട് ആയതുകൊണ്ടാണ് 100%. ഇത് 100%. മനസ്സിലായോ? 100% 1500 രൂപ. പരസ്യവിലയാണെങ്കിൽ പോലും 100% 1500. അതിൽ നിന്ന് 8% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 8% ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ബാക്കി എത്ര ഉണ്ട്? 100%-ത്തില് 92. അപ്പൊ ഞാൻ ഈ 92%-ത്തിലാണ് അത് വാങ്ങിച്ചത്. അപ്പൊ ഇവിടെ നോക്കിയാൽ കട്ട് ചെയ്ത് കളയാവുന്നത് നോക്കുക. 100 100 കട്ടായി പോകും. ഓക്കെ അല്ലേ? ബാക്കി 15 ഇൻറ്റു 92. അപ്പൊ നമുക്ക് ഇത് എത്ര വരും? 1380 രൂപയ്ക്കാണ് ഞാൻ സാരി വാങ്ങിയത്. 1380 രൂപയ്ക്കാണ് സാരി വാങ്ങിയത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് എന്താണ്? നമ്മള് അത് ഒരാൾക്ക് കൊടുത്തത് 20% ലാഭത്തിലാണ്. ഇവിടെ നമ്മൾ 8% കുറച്ചില്ലേ? അതെന്തുകൊണ്ടാ? ഡിസ്കൗണ്ട്. ലാഭം എന്ന് പറയുമ്പോൾ 100ന്റെ കൂടെ 20% കൂടെ കൂട്ടണം. മനസ്സിലായോ?
100% കൂടെ എന്തും കൂടി കൂട്ടണം, 20% കൂടി കൂട്ടണം. ക്ലിയർ അല്ലേ? അപ്പം ഇതിന്റെ യഥാർത്ഥ വില എക്സ് ആണെങ്കിൽ എക്സ് ഇൻറ്റു ഞാൻ പറഞ്ഞല്ലോ 20% ലാഭമാണ്, 20% ലാഭം. അപ്പൊ 100% ഓൾറെഡി ഉണ്ട്. അപ്പൊ 20% കൂടെ ആഡ് ചെയ്യുമ്പോൾ 120/100 ഈക്വൽ ടു എന്താണ്? ഈ 1380. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വാങ്ങിച്ചത് 1500 രൂപ പരസ്യവില, ഞാൻ വാങ്ങിച്ചത് 1380 രൂപയ്ക്ക്. ഇനി അതിനകത്തൊരു 20% അഡീഷണൽ പൈസ എനിക്ക് കിട്ടി, ഞാൻ അത് വിറ്റപ്പോ. ക്ലിയർ ആണോ? അപ്പൊ 20% ലാഭമാണ്. 20% ലാഭമായത് കൊണ്ട് മാത്രം എന്ത് ചെയ്തു? 120 അവിടെ ചെയ്തു. എക്സ് ഇൻറ്റു 120/100 ഈക്വൽ ടു 1380. ക്ലിയർ ആണോ? ഇനി ഇതിനകത്തുനിന്ന് എക്സിന്റെ വില കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു 100 ഇവിടെ കിടക്കല്ലേ, ഒന്നെങ്കിൽ ഇവിടുന്ന് തന്നെ ഈ 10 10 0 വെട്ടിക്കളയാം. ക്ലിയർ അല്ലേ? ഇതാണ് ഈ 10 10 എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് ഇതിനെ കൊണ്ടുവരാം, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ന്യൂമറേറ്ററിൽ കിടന്നത് ഡിനോമിനേറ്ററിൽ വരും, ഇവിടെ മൾട്ടിപ്ലൈ ആവും. അപ്പൊ ഇവിടെ കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് 12നെ കട്ട് ചെയ്യാൻ പറ്റും അല്ലെ? എഗെയിൻ 10നെ കട്ട് ചെയ്യുക, അങ്ങനെ അങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ എക്സ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 1150 കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ എത്ര ആൻസർ? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഈ ഡിസ്കൗണ്ടിൽ വരുന്നതും ലാഭം വരുന്നതും സമയത്ത് ആണ് ഇതിനകത്ത് തെറ്റാനുള്ള ചാൻസ്. അത് ശ്രദ്ധിച്ചാൽ മതി. ഡിസ്കൗണ്ട് വരുമ്പം ആ 100%ത്തിൽ നിന്ന് അത്രയും കുറച്ചിട്ടുള്ള 92% എടുത്തത്. ലാഭവിഹിതം, ലാഭം എന്നൊക്കെ പറയാൻ നേരത്ത് 100%ന്റെ കൂടെ 20% കൂടെ കൂട്ടുമ്പോൾ 120/100. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലെ? ആ +8 അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇത് +8 ഇൻറ്റു നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്. +8 ഇൻറ്റു +12 പോസിറ്റീവ് സംഖ്യയാണെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഡിവൈഡഡ് ബൈ +4 അതും പോസിറ്റീവ് സംഖ്യ ഇൻറ്റു -6. ക്ലിയർ ആണോ? അപ്പൊ ഈ പ്ലസ് ഒക്കെ മാറ്റിയിട്ട് ജസ്റ്റ് എഴുതാം. 8 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു -6. അപ്പൊ ആദ്യം ഡിവിഷൻ ചെയ്യണം അല്ലെ? അപ്പൊ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 12/4 അത് 8 ഇൻറ്റു 3 വരും. 12 4 ഹരിക്കുമ്പോൾ 3 വരും ഇൻറ്റു -6. അപ്പൊ 8 3 യെസ് 8 3 24 ഇൻറ്റു -6. അപ്പൊ ഇവിടെ മൈനസ് വരുന്നുണ്ട്, ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഒരു -6 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് -144. -6 ശ്രദ്ധിക്കണേ. നമ്മൾ ഈ പ്ലസ് അവോയ്ഡ് ചെയ്ത് കളഞ്ഞ പോലെ മൈനസിനെ അവോയ്ഡ് ചെയ്യരുത്. +8 അത് എഴുതിയില്ലെങ്കിലും നമ്മൾ 8 തന്നെ എടുക്കുന്നു. പക്ഷെ ഈ മൈനസിനെ അവോയ്ഡ് ചെയ്യരുത്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം കിട്ടുന്നത്. കുറച്ച് വാസ്റ്റ് ആയി പോകുന്നുണ്ടോ? ഒന്നൊന്ന് സ്പീഡിൽ വെച്ചാൽ മതി കേട്ടോ. 160 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 160 മീറ്റർ നീളം ഉള്ള ഒരു ട്രെയിൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്ര? അപ്പം ആളെ കടന്നു പോകാനുള്ള ദൂരം എത്രയാ? അപ്പം എത്രയാണ് ട്രെയിനിന്റെ നീളം? ട്രെയിനിന്റെ നീളം വന്നിരിക്കുന്നത് 160 മീറ്റർ ആണ്. ക്ലിയർ ആണോ? ട്രെയിനിന്റെ ഇനി 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. ഓക്കെ ആണോ? അപ്പം ഇവിടെ ഒരാൾ നിൽക്കുക. ഈ ഒരാളെ മറികടക്കണമെങ്കിൽ ഈ 160 മീറ്ററും ഈ ട്രെയിൻ ഫുള്ളായിട്ട് ഇവിടെ എത്തണ്ടേ? മറികടന്നു ഇവിടെ എത്തി. അതായത് ഫ്രണ്ടും ബാക്കും നമ്മൾ ടോട്ടലി കംപ്ലീറ്റ് മൂവ് ഓൺ ചെയ്ത് അപ്പുറത്ത് പോകണം. അപ്പൊ നമുക്കിവിടെ 160 മീറ്ററും ഇപ്പുറത്തേക്ക് വരും. മനസ്സിലായോ? അതായത് ഒരാളെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു? മറികടന്ന് പോവാൻ നേരത്ത്
160 മീറ്ററും ഡിസ്റ്റൻസിൽ ആളെ കടന്നുപോയി. അപ്പം അത്രയും ദൂരം അത് എടുത്തു എന്നുള്ളതാണ്. ആ 160 മീറ്റർ കടക്കാൻ എടുത്ത സമയം എത്രയാണ്? 8 സെക്കൻഡ്. 8 സെക്കൻഡ് മാത്രമാണ് ആ 160 മീറ്റർ കടക്കാൻ. മനസ്സിലായല്ലോ? ഇതൊരു പോസ്റ്റ് ആണെങ്കിലും മീൻസ് ആളല്ല, ഇതൊരു പോസ്റ്റ് ആണെങ്കിലും ഇത് അങ്ങനെ നമുക്ക് വരാം. ഒന്നെങ്കിൽ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരാൾ, അതെല്ലാം നമുക്ക് ഇത് തന്നെയാണ് കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആ ഒരു ട്രെയിനിന്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 160 മീറ്റർ ആണല്ലോ അത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് പോയത്. അപ്പൊ ടോട്ടൽ ദൂരം എത്രയാ? ദൂരം വരുന്നത് 160 മീറ്റർ. ഇനി എത്ര ടൈമാണ് എടുത്തത്? ടൈം വരുന്നത് 8 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് അല്ലെങ്കിൽ വേഗം എത്രയായിരിക്കും? വേഗം ഈസിക്കൽ ടു ദൂരം ബൈ സമയം, അല്ലെങ്കിൽ സ്പീഡ് ഈസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ നമുക്ക് 160/8 സെക്കൻഡ് ചെയ്യാൻ നേരത്തെ കട്ട് ചെയ്ത് കളയാം അല്ലെ. അപ്പൊ നമുക്ക് എത്ര വരും? 20. അപ്പൊ നമുക്ക് വേഗം 20 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ആരുടെ വേഗം? ഈ ട്രെയിനിന്റെ വേഗം. നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എത്ര മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം ആണ്? ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ വേഗം കിട്ടി അല്ലെ. ട്രെയിനിന്റെ വേഗം എന്ന് പറയുമ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ട്രെയിനിന്റെ വേഗം. ഓക്കെ അല്ലെ. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് എത്ര ദൂരവും കൂടെ വരും? നമുക്കറിയാം ട്രെയിനിന്റെ ദൂരം 160 ആണ് അതിന്റെ നീളം. പ്ലാറ്റ്ഫോമിന്റെ എത്രയാ വരുന്നത്? പ്ലാറ്റ്ഫോമിന്റെ വരുന്നത് 200 മീറ്റർ. അപ്പൊ ഈ ഒരു ട്രെയിൻ ടോട്ടൽ കടന്നു പോകണമെങ്കിൽ ഈ 160 ഈ 200 കൂടി വന്നിട്ട് കംപ്ലീറ്റ് കടന്നു പോകുമ്പോൾ, ഓക്കെ അല്ലേ, കംപ്ലീറ്റ് കടന്നു പോകുമ്പോൾ 200 വന്നു, അതിന്റെ ഒപ്പം ഈ 160 കൂടി വന്നു. ഓക്കെ അല്ലേ. അപ്പൊ ടോട്ടൽ ദൂരം എത്രയായി? പ്ലാറ്റ്ഫോമിന്റെ ഒക്കെ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനെ അതെല്ലാം എടുക്കാൻ നേരത്ത് ദൂരം രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ 200 പ്ലസ് 160 ടോട്ടൽ എത്ര കിട്ടും? 360. അപ്പൊ ദൂരം കിട്ടി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സമയം കണ്ടെത്തുക. സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അല്ലേ? സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? യെസ്. അപ്പം സമയം എന്ന് പറയുന്നത് വേഗം ഈസിക്കൽ ടു ദൂരം ബൈ സമയം. അങ്ങനെയാണെങ്കിൽ സമയം ഈസിക്കൽ ടു വേഗം സമയം ഈസിക്കൽ ടു ദൂരം ബൈ വേഗം. അപ്പൊ 360/20. ഓക്കെ ആണോ? ടൈം ഈസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് വരും. ജസ്റ്റ് ഇവിടെ നമ്മൾ വേഗം ഈസിക്കൽ ടു ദൂരം ബൈ ടൈം പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ സമയം. അപ്പൊ സമയത്തിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന വേഗം റൈറ്റിലേക്ക് ഡിനോമിനേറ്ററിലേക്ക് പോകും, ഡിവിഷൻ ആവും. അപ്പൊ സമയം ഈസിക്കൽ ടു ദൂരം ബൈ വേഗം. 360/20. 0 കട്ട് ചെയ്ത് പോയി. 0 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് പിന്നെ ബാലൻസ് 2. 36-ലെ 2 എന്ന് പറയാൻ നേരത്ത് നമുക്ക് എത്ര കിട്ടും? 18 സെക്കൻഡ്. 18 സെക്കൻഡ് ഇവിടെ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ബി ആണ് 18 സെക്കൻഡ്. അപ്പൊ ആദ്യം നമ്മൾ ആ ട്രെയിനിന്റെ എന്ത് കണ്ടുപിടിച്ചു? വേഗം കണ്ടുപിടിച്ചു, സ്പീഡ് കണ്ടുപിടിച്ചു. ഒരാളെ കടന്നു പോകാനുള്ളതിന്റെ സ്പീഡ് അല്ലെങ്കിൽ വേഗം കണ്ടുപിടിച്ചു. ആ വേഗം വെച്ചിട്ട് നമ്മൾ പ്ലാറ്റ്ഫോമിനെ കടന്നു പോകാനായിട്ട് അപ്പൊ നമ്മൾ ദൂരം ആഡ് ചെയ്തിട്ടാണ് എടുത്തത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 91-ാമത്തെ. 1, 8, 27, 64, 125. അടുത്ത സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ 1, 8, 27 എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് എന്താണ്, കാണുമ്പോ തന്നെ ഇച്ചിരി വലുതായി അല്ലേ വരുന്നത്. 1 കഴിഞ്ഞു, 8 കഴിഞ്ഞു, പിന്നെ 27, പിന്നെ 64, പിന്നെ 125. അപ്പൊ നമ്മൾ സ്ക്വയറോ ക്യൂബോ ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ എന്താ ഇവിടെ തന്നിരിക്കുന്നത്? അതെ, നമുക്കിവിടെ തന്നിരിക്കുന്നത് നിസർഗ സംഖ്യകളുടെ ഘനമാണ്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് എത്രയാ? 1 ക്യൂബ്, രണ്ടാമത്തെ 2 ക്യൂബ്, അടുത്തത് 3 ക്യൂബ്. അപ്പം 2ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 2 × 2 × 2 8, 3 × 3 × 3 27. ഇനി 4 × 4 × 4 64, 5 × 5 × 5 125. അപ്പൊ അടുത്ത എന്തായിരിക്കും? 6ന്റെ ക്യൂബ് ആയിരിക്കും അടുത്തത് വരുന്നത്. അപ്പം 6 × 6 × 6 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 6 × 6 36, 36 × 6. യെസ്,
36 × 6 316. സോറി, 216. ഓക്കെ, 216. 6ന്റെ ക്യൂബ് വരുന്നത് 216 ആണ്. നെക്സ്റ്റ്, വിട്ടുപോയത് കണ്ടുപിടിക്കാം. വിട്ടുപോയത് ഇവിടെ തന്നിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 9, 11, 15, നടുക്കൊരു സംഖ്യ വിട്ടുപോയിട്ടുണ്ട്, 29, 39. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എത്രയൊക്കെയാണ് വരുന്നതെന്നും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാൻ നേരത്ത് 9 ന്ന് 11ലേക്ക് നമ്മൾ എത്ര ചെയ്തു? 2 ആഡ് ചെയ്തു. ഇനി അടുത്തത് 11 ന്ന് 15ലേക്ക് നമ്മൾ 4 ആഡ് ചെയ്തു. ഇനി അടുത്തത് അങ്ങനെയാണെങ്കിൽ 2 ആഡ് ചെയ്തു, 4 ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അടുത്തത് 6 അല്ലേ ആഡ് ചെയ്യേണ്ടത്? നമുക്കങ്ങനെ നോക്കാം. ഇതിപ്പം നമുക്ക് 6 ആണ് ആഡ് ചെയ്യേണ്ടെങ്കിൽ അടുത്തത് 8 ആയിരിക്കും ആഡ് ചെയ്യേണ്ടത്. ഇനി 8 കഴിഞ്ഞിട്ട് ബാക്കി എത്ര ആഡ് ചെയ്യേണ്ടത്? 10 ആയിരിക്കും ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ശരിയായി, 29 ന്ന് 10 ആഡ് ചെയ്യുമ്പോൾ 39. അപ്പൊ ഇവിടെ 15 ന്ന് 6 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? 15 ന്ന് 6 ആഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് 21 കിട്ടുന്നുണ്ട്. 21 ന്ന് 8 ആഡ് ചെയ്യുമ്പോൾ യെസ് 29 കിട്ടുന്നുണ്ട്. അപ്പൊ ശരി ഉത്തരം വിട്ടുപോയത് 21. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, EYE I ഈക്വൽ ടു I എന്ന് EYE ഈക്വൽ ടു 828 ARM ഈക്വൽ ടു 639 എങ്കിൽ ഇതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ 3 ലെറ്റേഴ്സും 3 സംഖ്യകളും തന്നിട്ടുണ്ട്. ഇവിടെ 3 ലെറ്റേഴ്സ്, ഇവിടെ 3 സംഖ്യകളും തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ EAR ഇവിടെ കുറച്ചും കൂടി സിമ്പിൾ ആണ്. എന്താണ്? ഇക്ക് ഇവിടെ ആരാ തന്നിരിക്കുന്നത്? 8, 8. അപ്പൊ ഇവിടെ 8 വരും. എക്ക് ആരാ തന്നിരിക്കുന്നത്? 6. ആറിന് ആരാ തന്നിരിക്കുന്നത്? 3. 863 ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഉണ്ട്. ഓപ്ഷൻ സി ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ് എനിക്കിഷ്ടമുള്ളതാണ് ഇത്. ബാബു എ എന്ന സ്ഥലത്ത് നിന്നും യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് ബിയിലെത്തി. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് വരയ്ക്കണം? നമ്മൾ ഈ നോർത്ത് ഡയറക്ഷനും ഈസ്റ്റ് ഡയറക്ഷനും ഒക്കെ വരയ്ക്കണം, കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതായത് വടക്ക് എപ്പോഴും മുകളിലേക്ക് ആക്കിയിട്ട്, കിഴക്ക് അല്ലെ, പടിഞ്ഞാറ്, പിന്നെ അതേപോലെ തന്നെ തെക്ക്, അങ്ങനെ നമ്മൾ കൊടുത്തു. ഇനി ബാബു എ എന്ന സ്ഥലം, അത് ഏതെങ്കിലും ഒരു സ്ഥലം എടുക്കുക. എന്ന സ്ഥലത്ത് നിന്നും യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അപ്പൊ 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ ആളിങ്ങനെ എത്തി, 6 കിലോമീറ്റർ ബിയിലെത്തി. ക്ലിയർ ആണോ? ബിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു. അപ്പൊ ആള് ഇങ്ങോട്ടേക്ക് നോക്കി നിൽക്കുകയാണ്. ഇവിടുന്ന് ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് എവിടെ എത്തി? സിയിലെത്തി. സിയിൽ നിന്ന് വീണ്ടും ഇടത്തോട്ട്. അപ്പം ഇപ്പൊ സിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക, വടക്കോട്ട് നോക്കി നിൽക്കുക ആശൻ. അപ്പം ഈ വടക്കോട്ട് നോക്കി നിൽക്കുന്ന ആള് വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 6 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പൊ ഈ വരയ്ക്കുമ്പോ ഏകദേശം സ്കെയിലൊന്നും വേണ്ട, പക്ഷെ നമുക്ക് ഏകദേശം ഒരു രൂപം വെച്ചിട്ട് തന്നെ വരയ്ക്കാം ലൈൻ. അപ്പൊ ഈ താഴെയും നമുക്ക് എത്രയാണ്? 6 കിലോമീറ്റർ ആണ്. അപ്പൊ ഈ 6 കിലോമീറ്ററിന്റെ അതേ ഡിസ്റ്റൻസിൽ തന്നെ നമ്മൾ മുകളിൽ വരച്ചാൽ കുറച്ചും കൂടി ഈസി ആവും. ആളെത്ര എവിടെ എത്തി? ഡിയിലെത്തി. എയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഇപ്പോൾ നിൽക്കുന്നത്? എത്ര കിലോമീറ്റർ അകലെയാണെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും ലീസ്റ്റ് ഡിസ്റ്റൻസ്, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് 6, ഇങ്ങോട്ട് 6. അപ്പൊ മുകളിലേക്ക് 3 ആണെങ്കിൽ ഇതും എത്ര തന്നെ ആയിരിക്കും? 3 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എത്ര വരും? ഓപ്ഷൻ ബി 3 കിലോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വരിയിൽ അഞ്ജുവിന്റെ സ്ഥാനം മുൻപിൽ നിന്നും 11ാമത്തെ ആളും പുറകിൽ നിന്നാണെങ്കിൽ 7ാമത്തെ ആളുമാണ്. വരിയിൽ ആകെ എത്ര ആളുകളുണ്ട്? നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു അല്ലെ. ഒരു വരിയിൽ നിന്ന് ഇവിടുന്ന് നോക്കുമ്പോൾ 11ാമതാണ് നിൽക്കുന്നത്. ഈ പുറവിൽ നിന്നാണെങ്കിൽ നമുക്ക് ഇത് 7ാമതാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടുന്ന് 11ാമത് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ 7 പേരെ എടുക്കണോ? വേണ്ട, 6 പേരെ എടുത്താൽ മതി. അപ്പൊ 11 + 6 എടുക്കണം. 11 + 6 17. ഇല്ലെങ്കിൽ ഡയറക്ട്ലി ഈ അഞ്ജുവിന്റെ സ്ഥാനം തന്നെയാണ് മുന്നിൽ നിന്നും പിന്നീന്നും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 11 + 7 - 1. അത് നമുക്ക് എന്ത് കിട്ടും? 18 - 1 17 തന്നെ കിട്ടും. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2.02 ഓക്കെ 2.02 ഡിവൈഡഡ് ബൈ 202 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കിവിടെ ഈ ഒരു പോയിന്റ്, ഇപ്പൊ സപ്പോസ് 124 ഡിവൈഡഡ് ബൈ 10 എന്നാണെങ്കിൽ 12.4 കിട്ടും. അതായത് ഇവിടെ 124ന്റെ ഇവിടെ കിടന്നിരുന്ന പോയിന്റ് ഒരു തവണ ലെഫ്റ്റിലേക്ക് ചാടി. അതേപോലെ 124/100 ആണെങ്കിലോ 1.24 കിട്ടും. ഇത് ഓർത്തിരിക്കണേ, ഞാൻ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞത്. ക്ലിയർ ആണോ? അപ്പൊ നമുക്കിവിടെ ഈ 202നെ ഇവിടെ നമുക്ക് എന്താ 2.02 വേറൊരു ഇതെടുക്കാം അല്ലെ, 2.02 ഡിവൈഡഡ് ബൈ 202 ആണ്. ഇനി 2.02നെ നമുക്ക് എന്താക്കാം, ഈ നമ്മൾ ഡിവൈഡ് ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് 100 ഡിവൈഡ് ചെയ്തൂടെ? കാരണം ഈ പോയിന്റിനെ 2 തവണ മുന്നോട്ട് ചാടിച്ചു. അപ്പൊ 202.00. അപ്പൊ നമ്മൾ അത് കൺസിഡർ ചെയ്യണ്ട അല്ലെ. അപ്പൊ നമുക്ക് ആ 2 തവണ മുന്നോട്ട് ചാടിച്ചതിന് നമ്മൾ ഡിവൈഡഡ് ബൈ 100 കൊടുത്തു. ഇൻറ്റു ഓൾറെഡി താഴെ ഉണ്ടായിരുന്ന ഒരു 202 ഇല്ലേ, അതവിടെ കൊടുത്തു. അപ്പൊ ഇവിടെ 202 ക്യാൻസൽ ആയി പോകും. ഇവിടെ നോക്കുക, മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ആക്കി കളയാൻ പറ്റും. അപ്പൊ ബാലൻസ് എത്രയാ? 1/100. 1/100 എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ 1 പോയിന്റ് ആണ് കിടക്കുന്നത്. അപ്പൊ 1ന്റെ ബാക്കിലേക്ക് 2 തവണ, അപ്പം 1 അടുത്ത 2, അപ്പൊ 0.01. ഇവിടെ നമുക്ക് 0.01 ഇവിടെ നിന്ന് നോക്കി ഉണ്ട്. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സീറോയ്ക്ക് വിലയില്ല, മീൻസ് അങ്ങേ അറ്റത്ത് കിടക്കുന്ന സീറോയ്ക്ക് വിലയില്ല. അപ്പൊ നമുക്ക് 0.010 ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. x is to y equal to 4/3, y is to z equal to 6:5. അയാൾ x is to z എത്രയാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ x is to y-നെയും y is to z-നെയും ഒരുമിച്ചാക്കുക. അതായത് ഇവിടെ x is to y അല്ലേ തന്നിരിക്കുന്നത്, എത്രയാ? 4:3. ഇവിടെ y is to z തന്നിട്ടുണ്ട്, എത്ര തന്നിട്ടുണ്ട്? ഇങ്ങനെ നോക്കാമേ, x is to y 4:3. ഇനി അടുത്തത് y is to z തന്നിട്ടുണ്ട്, അത് എത്ര തന്നിരിക്കുന്നത്? 6:5 തന്നിട്ടുണ്ട്. മനസ്സിലായോ? ഈ y-ന്റെ അവിടെ തന്നെ ഞാൻ ഒരുമിച്ച് എഴുതിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ 3ഉം 6ഉം ഇല്ലേ, അപ്പൊ ഇവിടെ 3നെ 6 ആക്കുക. അപ്പൊ ഞാൻ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായല്ലോ? അതായത് ഇവിടെ കോമൺ ആയിട്ട് കിടക്കുന്ന ഈ y ടേം അല്ലേ, ഈ y ടേം അല്ലേടാ. അപ്പൊ ഈ y ടേമിനെ നമ്മൾ സെയിം ആക്കുക, റേഷ്യോ സെയിം ആക്കുക. അപ്പൊ ഇവിടെ y ടേം എന്ന് പറയുമ്പോൾ 3ഉം 6ഉം. അപ്പൊ ഒന്നെങ്കിൽ 3നെ 6 ആക്കുക. അപ്പൊ നമുക്ക് 3നെ 6 ആക്കാൻ പറ്റും. അപ്പം x is to y എന്ന് പറയുമ്പോൾ നമുക്ക് 2 × 4 8:6 കിട്ടും. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് y is to z എന്ന് പറയുന്നത് 6:5 തന്നെ. അപ്പൊ ഇവിടെ നമുക്ക് ഈ y മാറുന്നില്ല, കണ്ടോ? y 6 തന്നെ, y ഇവിടെ 6 തന്നെയാണ്. ഓക്കെ ആണോ? y ഇവിടെ കോമൺ ആയിട്ട് വരുന്നു. അപ്പൊ x is to y 8:6. നമ്മൾ എന്ത് ചെയ്തു? ഈ 4:3ന്റെ ഈ ഒരു പോർഷനാണ് നമ്മൾ മാറ്റിയത്. അങ്ങനെ പുതിയ, അപ്പം സെയിം നമ്പർ കൊണ്ട് റേഷ്യോയിൽ നമ്മൾ രണ്ട് റേഷ്യോയുടെ നമ്പറിലും മൾട്ടിപ്ലൈ ചെയ്താൽ അത് തെറ്റില്ല, സെയിം തന്നെ വരുള്ളൂ. അപ്പൊ 8:6 തന്നെയാണ് 4:3. സോ y is to z 6:5 ആണ്. അങ്ങനെയാണെങ്കിൽ x is to z എന്ന് പറയുന്നത് 8:5. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ x is to z എന്ന് പറയുന്നത് 8:5. അങ്ങനെ ഒരു ആൻസർ ഇവിടെ ഇല്ലല്ലോ, 8:5 ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? ഇത് തെറ്റിയെന്ന് വിചാരിച്ചിരിക്കരുത്. ഇതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 8:5. 2 കൊണ്ട് ചെയ്ത് നോക്കുക. 2 കൊണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇല്ല, 16:, അതും ഇവിടെ നമുക്ക് കൊടുത്തിട്ടില്ല. 16:, എന്ന് കാണുമ്പോൾ തന്നെ ഇത് കൊടുക്കരുത്. 16:9 ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 5 × 12 10 വരും അല്ലെ. അടുത്ത 3 കൊണ്ട് ചെയ്ത് നോക്കുക. 3 കൊണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ 24 കിട്ടും. ഇവിടെ എത്ര കിട്ടും? 5 × 3 = 15. അപ്പൊ ഇവിടെ നിന്ന് നോക്കിയാൽ ഓപ്ഷൻ ഡി 24:15 ആൻസർ ശരി ഉത്തരം. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ റേഷ്യോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? കോമൺ ആയിട്ട് വരുന്നത് ആരാണോ അവരെ സെയിം ആക്കുക. നെക്സ്റ്റ്,
ഇപ്പോൾ വാച്ചിൽ 12 മണി. ക്ലോക്കിൽ 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം? എത്ര സെക്കൻഡ് കഴിയണം? അപ്പൊ ഇവിടെ ജസ്റ്റ് ഇത്രേ ഉള്ളൂ, 15 മിനിറ്റ് അഡീഷണൽ എടുത്തു. ഓക്കെ ആണോ? 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാ? 60 സെക്കൻഡ് ആണ്. അപ്പൊ 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ് ആയിരിക്കും? 15 × 60 സെക്കൻഡ്, ദാറ്റ് ഇസ് 900 സെക്കൻഡ്. അപ്പൊ അതെ, ഇതാണ് ശരി ഉത്തരം. 1 മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റുന്നു. 1 മിനിറ്റ് ഈക്വൽ ടു 60 സെക്കൻഡ്. അപ്പൊ 15 മിനിറ്റ് ഈക്വൽ ടു 15 × 60. അതിന്റെ ആൻസർ ആയിരിക്കും സെക്കൻഡ്. ഇനി നോക്കിയേ, അബുവിന്റെ ഇപ്പോഴത്തെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. അപ്പം അബുവിന്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയാൻ നേരത്ത് എത്രയാണ്? മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. അപ്പൊ ഈ ഏത് പ്രായത്തിന്റെ മടങ്ങാണ് അങ്ങനെയാണ് തന്നിരിക്കുന്നെങ്കിൽ ആ ആളെ എക്സ് ആയിട്ട് എടുക്കുക, അറിയാത്ത ആളായിട്ട് എടുക്കുക. അപ്പൊ മകന്റെ പ്രായമാണ്, ഓക്കെ അല്ലേ? മോന്റെ പ്രായമാണ് നമുക്ക് എന്ത് വരുന്നത്? എക്സ് ആയിട്ട് എടുത്തു കരുതുക. അപ്പൊ അബുവിന്റെ എത്രയായിരിക്കും വരുന്നത്? 4 മടങ്ങ്, 4x. ഇത് ഇപ്പോഴത്തെ സമയത്താണ്. അബുവിന്റെ ഇപ്പോഴത്തെ പ്രായം മകന്റെ പ്രായത്തിന് 4 മടങ്ങാണ്. 4 വർഷം മുമ്പ്, ഈ 4 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ അബുവിനും 4 വർഷം മുന്നെയാണ്, മോനും 4 വർഷം മുന്നെയാണ്. അപ്പൊ ഈ 4 വർഷം മുൻപ്, 4 വർഷം മുൻപ് എന്ന് പറയാൻ നേരത്ത് ഈ മോൻ എത്രയാവും? x-4 ആവും. അബു എത്രയാവും? 4x - 4 ആവും. ഓക്കെ ആണോ? ഈ 4 വർഷം മുമ്പ് മകന്റെ പ്രായത്തിന്റെ 7 മടങ്ങായിരുന്നു എന്നാ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ മകന്റെ പ്രായം x-4 ആണെങ്കിൽ ഈ അബുവിന്റെ പ്രായം എന്ന് പറയുന്നത് 4 വർഷം മുന്നേ 4x-4 അല്ലേ? അതെന്ന് പറയുന്നത് മകന്റെ പ്രായത്തിന്റെ 7 മടങ്ങ്. അതായത് മകന്റെ പ്രായം x-4. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടോട്ട് എഴുതാം. 4 വർഷം മുന്നേ അബുവിന്റെ പ്രായം 4x-4. അത് മകന്റെ പ്രായത്തിന്റെ എത്ര മടങ്ങാണ്? 7 മടങ്ങ്. അപ്പൊ 7 × x-4. ഇനി ഇത് സോൾവ് ചെയ്യണം. അപ്പൊ സോൾവ് ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ എന്ത് കിട്ടുന്നുണ്ട്? യെസ്, സോൾവ് ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ 4x-4 ഈക്വൽ ടു 7നെ ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പൊ 7x - 7 4 എത്ര വരുന്നത്? അതെ, 28. ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്യുക. 4x-നെ നമുക്ക് റൈറ്റിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇവിടെ 28നെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന 28 - 4. 28 ഇപ്പുറത്ത്, ഈക്വലിന്റെ ഇപ്പുറത്ത് എന്തായിട്ട് കിടന്ന മൈനസ് ആയിട്ട് അതിനെ റൈറ്റിലേക്ക് കൊണ്ടുപോയപ്പോൾ പ്ലസ്. സ്പീഡല്ലല്ലോ. 28നെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. ഒന്നുമില്ലടാ, എക്സിന്റെ ടേംസ് ഒരുമിച്ച് എഴുതുന്നു. ഓക്കെ അല്ലേ? അപ്പൊ 28നെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ പോസിറ്റീവ് കിട്ടി. 28 - 4 ഈക്വൽ ടു 7x - 4x കിട്ടി. അപ്പൊ നമുക്ക് 28 - 4 എന്ന് പറയുമ്പോൾ 24 ഈക്വൽ ടു 7x - 4x 3x. അപ്പൊ 3 × x അല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിച്ചേക്കുന്നത്? അബുവിന്റെ പ്രായമാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് ആരാണ്? ഇവിടെ നമുക്ക് x ഈക്വൽ ടു 24/3 8 കിട്ടും. അപ്പൊ അബുവിന്റെ പ്രായം എത്രയായിരിക്കും? അബുവിന്റെ പ്രായം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എക്സ് 8 ആണെങ്കിൽ, എക്സ് എന്ന് പറയുന്ന ആരാ? മോനാണ്. അപ്പൊ മോന്റെ വയസ്സ് 8 ആണെങ്കിൽ അബുവിന്റെ വയസ്സ് എത്രയായിരിക്കും? 4 × 8. 4 × 8. 4 8 എത്ര വരും? യെസ്, ഓപ്ഷൻ ബി, 32. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടെ എന്താ തന്നിരിക്കുന്നത്? യെസ്, ഇവിടെ നമുക്ക് ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് നോക്കേണ്ടത്. ഇത് തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്? 3 തന്നിട്ടുണ്ട്, 8 തന്നിട്ടുണ്ട്, 4 തന്നിട്ടുണ്ട്. അതിന്റെ സെന്ററിൽ 96 തന്നിട്ടുണ്ട്. അപ്പൊ ഈ 4 നമ്പേഴ്സും തമ്മിൽ എന്തൊക്കെയോ ഒരു റിലേഷൻ ഉണ്ട്. ആ സെയിം റിലേഷൻ തന്നെ ആയിരിക്കും തൊട്ടിപ്പുറത്തുള്ളതും. 6ഉം 4ഉം 1ഉം 24ഉം ആയിട്ടുള്ളത്. ആ സെയിം റിലേഷൻ തന്നെ ആയിരിക്കും മൂന്നാമതും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കാം. ഇവിടെ നോക്കിയേ, 3 8 4 നടുക്ക് 96. അപ്പൊ ഏതൊക്കെയോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലേ അത്രയും വലിയൊരെണ്ണം കിട്ടുള്ളൂ. അപ്പൊ ജസ്റ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ആദ്യം ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. പക്ഷെ ആഡ് ചെയ്യുമ്പോഴും ചെറിയ വാല്യൂ അല്ലേ കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ വലിയ വാല്യൂ ആയതുകൊണ്ട് അപ്പം പല ഇതും ഉണ്ടല്ലേ, നമുക്കത് ചെയ്ത് തന്നെ നോക്കണം.
ഒന്നെങ്കിൽ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് മറ്റേത് ആഡ് ചെയ്ത് നോക്കുക. പക്ഷെ അതും കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ നമുക്ക് 3 മൾട്ടിപ്ലൈ ചെയ്യണം. 3 ഇൻറ്റു 8 ഇൻറ്റു 4, അതാണ് ഈ 96. ഇവിടെ 6 ഇൻറ്റു 4 ഇൻറ്റു 1, 6 ഇൻറ്റു 4 ഇൻറ്റു 1 ആണ് 24 സെൻട്രൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 8 ഇൻറ്റു ഈ തന്നിരിക്കുന്ന വാല്യൂ ഇൻറ്റു 9 ആയിരിക്കും 72. ക്ലിയർ ആണോ? അപ്പം 8 ഇൻറ്റു തന്നിരിക്കുന്നത് അറിയില്ല, ലെറ്റ് എക്സ് ആണെന്ന് കരുതുക, ഇൻറ്റു 9 ഈക്വൽ ടു 72. നമുക്കിവിടെ 8ഉം 9ഉം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 72 ഇൻറ്റു എക്സ് ഈക്വൽ ടു 72. അപ്പൊ എക്സ് ഈക്വൽ ടു നമുക്ക് എന്തായിരിക്കും? അതെ, 1 ആയിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ ഡി. അപ്പൊ ഇതിനകത്ത് മാത്സ് ചെയ്ത് നോക്കുക. കഴിഞ്ഞ LGSന്റെ ഒക്കെ നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അത് മാക്സിമം നോക്കുക. ഡൗട്ട് ഉള്ളതോ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലോ ഒക്കെ കമന്റ് ബോക്സിൽ ഇടുക. പിന്നെ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മാത്സും GKയും ഒക്കെ ഇടുന്നതായിരിക്കും എല്ലാ എക്സാംസിനും. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇതെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേലിസ്റ്റിൽ പോവുക. പ്ലേലിസ്റ്റിലെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.